E20 എഥനോൾ മിശ്രിത പെട്രോൾ അത് രാജ്യത്ത് വിപുലമാക്കുക വ്യാപകമാക്കുന്നതിനെതിരെ വലിയ വിമർശനം വിവാദങ്ങൾ ഉയർന്നു വരുന്നതിനിടെയാണ് രാജ്യത്ത് പഞ്ചസാരയ്ക്ക് വിലക്കയറ്റമുണ്ടാകുന്നു. പഞ്ചസാരയുടെ ആഭ്യന്തര ഉൽപ്പാദനം കുറയുന്നു. വലിയ തോതിൽ ഇറക്കുമതി ചെയ്യാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ പഞ്ചസാര ഇറക്കുമതി ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. ഇത് എഥനോൾ നിർമ്മാണത്തിനായി കരിമ്പ് പഞ്ചസാര അത് വലിയ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് രാജ്യത്ത് പഞ്ചസാര ഉൽപ്പാദനം കുറയുന്നതും ഇറക്കുമതി ചെയ്യേണ്ടി വരികയും ചെയ്യുന്നത് എന്നതാണ് വിമർശനം ഉയർന്നു വരുന്നത്. നോക്കൂ, ഇവിടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് കുറയ്ക്കാൻ വേണ്ടി എഥനോൾ E20 അത് രാജ്യത്ത് വ്യാപകമാക്കുന്നു. പക്ഷേ അത് വ്യാപകമായതോടുകൂടി രാജ്യത്ത് പഞ്ചസാര ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് കേന്ദ്രത്തിനെതിരെ പരിഹാസം ഉയർന്നു വരുന്നത്. പക്ഷേ ഈ വാദങ്ങളെല്ലാം കേന്ദ്രം തള്ളിക്കളയുകയാണ്. വലിയ രീതിയിൽ ഡിമാൻഡ് ഉയർന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ പഞ്ചസാര ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത് എന്നാണ് ഇതിൽ കേന്ദ്രം വിശദീകരണം നൽകുന്നത്. കേന്ദ്ര വിശദീകരണം തൃപ്തികരമാണോ എന്ന് നോക്കാം. അജിംസ, എഥനോൾ E20 കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതിപ്പോൾ വലിയ രീതിയിൽ വ്യാപകമാക്കി കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് E20 പെട്രോളെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണോ ഈ പഞ്ചസാര ഉൽപ്പാദനം കുറഞ്ഞത്? ഇന്ന് ബീഹാറിൽ ഒരു BJP മന്ത്രി പറഞ്ഞത് ആളുകൾക്കൊക്കെ ഡയബറ്റീസ് അല്ലേ, അപ്പോൾ പഞ്ചസാര ഉൽപ്പാദനം കുറയുന്നത് നല്ലതല്ലേ, പഞ്ചസാരയ്ക്ക് വില കൂടുമ്പോൾ ആൾക്കാർ കുറച്ച് ഉപയോഗിക്കുകയുള്ളൂ, അത് ആരോഗ്യത്തിന് നല്ലതല്ലേ എന്നാണ് ചോദിച്ചത്. അതൊരു പോയിന്റ് ആണ്. പിന്നെ മറ്റൊരു വിശദീകരണം അല്പം മുമ്പ് ദിവ്യ പറഞ്ഞ കാര്യമാണ്. ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടാണ് വില കൂടിയത്, അല്ലാതെ വേറെ എഥനോളിൽ മിക്സ് ചെയ്തുകൊണ്ടല്ല. ഇതൊരു പൊട്ടത്തരാണ് ആ വിശദീകരണം. ആഭ്യന്തര ഉൽപ്പാദനം എന്തുകൊണ്ടാണ് കുറയുന്നത്? അതിനുള്ള കരിമ്പ് കിട്ടുന്നില്ല. കരിമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എഥനോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. സിമ്പിൾ. അപ്പോൾ ഈ എഥനോൾ ഉണ്ടാക്കുന്നതുകൊണ്ടല്ല, റം ഉണ്ടാക്കുന്നതുകൊണ്ടാണ്, മൊളാസസിൽ നിന്ന് റം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയാൻ ഭാഗ്യം. അതായത് നേരത്തെ ഷുഗർ മില്ലുകൾ പഞ്ചസാര ഉപയോഗിക്കാൻ വേണ്ടി കരിമ്പ് ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ എഥനോൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ പഞ്ചസാര ഉൽപ്പാദനം കുറഞ്ഞു, സ്വാഭാവികം. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാരയ്ക്ക് വില കൂടി. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് എഥനോൾ എതിർക്കപ്പെടണമെന്നുള്ളൊരു ചോദ്യമുണ്ട് കേട്ടോ. ഇപ്പോൾ പഞ്ചസാര ഉൽപ്പാദനം കുറയുന്നു, അതിന് വില കൂടുന്നു, അതുകൊണ്ട് എഥനോൾ പാടില്ല, അങ്ങനെയല്ല. ഇതിൻ്റെ പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഈ എഥനോൾ പെട്രോളിൽ മിക്സ് ചെയ്യാനുള്ള തീരുമാനം ആരെടുത്തു? അത് ആരെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് ഏതൊക്കെ ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്? ഇനി അത് എഥനോൾ മിക്സ് ചെയ്യാം, അതിന് പറ്റിയ ഇൻഫ്രാസ്ട്രക്ചർ രാജ്യത്തെ പെട്രോളിയം വിതരണ ശൃംഖലയ്ക്കുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഇത് E20 നടപ്പാക്കാൻ തീരുമാനിച്ച ഇപ്പോഴൊന്നുമല്ല. E10 നേരത്തെ നടപ്പാക്കിയിട്ടുണ്ട്. 10% എഥനോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ 10-20 വർഷം ആകാൻ പോവുകയാണ്. 16 വർഷം ആകാൻ പോവുകയാണ്. അപ്പോൾ E10 ഓക്കെ, അതൊക്കെ ചെയ്തോട്ടെ. ഇത് ചെയ്യുമ്പോൾ, ഇതിൻ്റെ അളവ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ, ഇത് കൊണ്ടുവരുന്ന പെട്രോൾ ടാങ്കുകൾ, ടാങ്കർ ലോറികൾ, ഇത് ശേഖരിക്കുന്ന പെട്രോൾ പമ്പുകളിലെ ടാങ്കുകൾ, ഈ എഥനോൾ കലർത്തിയ പെട്രോൾ ശേഖരിക്കാൻ പര്യാപ്തമാണോ? അത് പമ്പ് ചെയ്യുന്ന പമ്പുകൾ, ഈ പെട്രോൾ പമ്പ് നമ്മൾ പ്രധാനമായും പറയുന്ന ഒരു പ്രശ്നം അതാണ്. അതിന് കൊറോസീവ് ക്യാരക്ടറുണ്ട് ഈ പറയുന്ന എഥനോളിന്. ഞങ്ങളുടെ ടാങ്കിൽ ഈ സാധനം ഒഴിച്ചു വെച്ചുമ്പോൾ ടാങ്ക് തുരുമ്പെടുക്കുകയാണ്. ഇത് പമ്പ് ചെയ്യുന്ന പൈപ്പുകൾ തുരുമ്പെടുക്കുകയാണ്. ഇത് വളരെ പെട്ടെന്ന് ഈർപ്പം വലിച്ചെടുക്കുന്ന സാധനമാണ് എഥനോൾ. അതാണ് നമ്മുടെ വണ്ടിയിലുണ്ടാകുന്ന പ്രശ്നം. അത് തന്നെയാണ്, വളരെ പെട്ടെന്ന് ഈർപ്പം വലിച്ചെടുക്കും. മാത്രവുമല്ല, ഇന്ത്യയിലെ പല പെട്രോൾ പമ്പുകളുടെയും പ്രശ്നം അല്ലാതെ തന്നെ എഥനോൾ വരുന്നതിന് മുമ്പുള്ളൊരു പ്രശ്നമുണ്ട്. പെട്രോളിലും ഡീസലും വെള്ളം കലരുന്നു എന്നൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഭൂഗർഭ അറയിലാണ് ഈ ടാങ്കുകളുള്ളത്. അവിടെ നിന്ന് വെള്ളം ലീക്കായി, പെട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലീക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കലരാനുള്ള സാധ്യതയുണ്ട്. അത് കൂടാതെയാണ് ഇനി അങ്ങനെ ലീക്ക് ഇല്ലെങ്കിൽ പോലും എഥനോൾ ഈർപ്പം വലിച്ചെടുക്കുന്നത്. ഇത് പെട്രോൾ പമ്പുകളുടെ തന്നെ സുരക്ഷയെ ബാധിക്കുകയാണ്, അവരുടെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്നിട്ട് ഈ സാധനമാണ് എടുത്ത് വണ്ടിയിലേക്ക് ഒഴിക്കുന്നത്. കാർബറേറ്റുകളുടെ കൂമ്പാരമാണ് ഗ്യാരേജുകൾ. ഞാൻ എൻ്റെ വീടിന് മുമ്പിലൊരു ഗ്യാരേജിൽ പോയി നോക്കി. ഇത് മുഴുവൻ ഇങ്ങനെ കൂട്ടിയിട്ട് ആക്രിക്കാർ കൊണ്ടാൻ വേണ്ടി കാർബറേറ്റുകൾ കേടാവുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ഓക്കെ, ഈ എഥനോൾ കലർത്തിയ പെട്രോൾ വിജയകരമായി നടപ്പാക്കിയ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ബ്രസീൽ ഏതാണ്ട് ഒരു 100 വർഷത്തോളമായി നടപ്പാക്കുന്നതാണ്. 100 വർഷം മുമ്പേ സ്റ്റാർട്ട് ചെയ്ത് നടപ്പാക്കുന്നതാണ്. പക്ഷെ അവരെങ്ങനെയാണ് അത് ചെയ്തതെന്നറിയോ? എഥനോൾ കലർത്തിയ പെട്രോൾ പമ്പുകളിൽ കൊടുക്കുന്നു. ആദ്യം അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നു, അത് പെട്രോൾ കൊടുക്കുന്നു. അപ്പോൾ പഴയ വാഹനങ്ങളിൽ എഥനോൾ കമ്പാറ്റബിലിറ്റി ഇല്ലെങ്കിൽ അവർക്ക് ശുദ്ധമായ പെട്രോൾ അടിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നു. എഥനോൾ കമ്പാറ്റബിലിറ്റി ഉള്ള വണ്ടികളിൽ എഥനോൾ കലർത്തി വണ്ടി കൊടുക്കുന്നു. ഇതങ്ങനെയല്ല. നമ്മൾ E10 അടിച്ചു. E10 അടിക്കുമ്പോൾ അത്ര പ്രശ്നമില്ല. 90% പെട്രോളാണ്, 10% എഥനോൾ ഉള്ളൂ. 20% ആക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. ഇത് വണ്ടികൾക്ക് പ്രശ്നമാണ്. എല്ലാവർക്കും നിങ്ങൾ എന്നാൽ എഥനോൾ മാത്രം അടിച്ചാൽ മതി എന്നങ്ങ് തിട്ടൂരിടുവാണ്. അപ്പോൾ ഇതുകൊണ്ട് ഗുണമുണ്ടായത് ആർക്കാണ്? ഗുണമുണ്ടായത് ഈ പറയുന്ന എഥനോൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്കാണ്, നിതിൻ ഗഡ്കരിയുടെ മക്കൾക്കാണ്, നിതിൻ ഗഡ്കരിക്ക് വ്യക്തിപരമായിട്ടാണ്. ഇനി ഇത് നിതിൻ ഗഡ്കരിക്ക് മാത്രം ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് മോദി അനുമതി കൊടുക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. അത് രാഷ്ട്രീയമായ ചോദ്യമാണ്. കാരണം ഗഡ്കരി അത്ര പിടുത്തമുള്ള ഒരാളല്ല മോദി. അപ്പോൾ ഗഡ്കരിക്ക് ഇത്രയും പൈസ ഉണ്ടാക്കാൻ വേണ്ടി എഥനോൾ കലർത്താൻ, ഇത് ഗഡ്കരിക്ക് വേണ്ടി മാത്രമുള്ളതൊന്നുമല്ല, രാജ്യത്ത് പലതരത്തിലുള്ള സമ്പന്ന ഷുഗർ മിൽ വ്യവസായികൾക്ക് കൂടി ഗുണകരമാവുന്നൊരു കാര്യമാണ്. അപ്പോൾ
യഥാർത്ഥത്തിൽ നോട്ട് നിരോധനം പോലെ തന്നെ, നോട്ട് നിരോധനം ആരെങ്കിലും ചോദിച്ചിട്ട് ചെയ്തതാണോ? റിസർവ് ബാങ്ക് പോലും അറിഞ്ഞിട്ടില്ല. നോട്ട് നിരോധനം നടപ്പാക്കാൻ തീരുമാനിച്ച ശേഷമാണ് അവർ യോഗം കൂടിയിട്ട് അതിന് അനുമതി കൊടുക്കുന്നത്. നോട്ട് നിരോധനം പോലെ തന്നെ മണ്ടനാശയങ്ങളാണ്. അതായത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള, ഏതോ തരത്തിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആർത്തി കൊണ്ട് ഒരു കൺസൾട്ടേഷനും ഇല്ലാതെ, ഒരു പഠനവും ഇല്ലാതെ, ഒരു മുന്നൊരുക്കവും ഇല്ലാതെ നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് മോദി സർക്കാരിന് കാര്യമായ രാഷ്ട്രീയ തിരിച്ചടിയുണ്ടായില്ല. നോട്ട് നിരോധിച്ച് തൊട്ടുടനെ അടുത്ത ഫെബ്രുവരിയിൽ നടന്ന ഇലക്ഷനിൽ UP-യിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ അന്ന് നടത്തിയ പ്രചാരണം നോട്ട് നിരോധിക്കുന്നത് മറ്റവന്മാരെ കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, അവർക്കുള്ള പണിയാണ് എന്ന പ്രചാരണമാണ് അവർ നടത്തിയത് വാട്സപ്പ് വഴി. അപ്പോൾ അത് വിശ്വസിച്ചാൽ കൊള്ളാം, അവന്മാർക്ക് പണിയിട്ട് വേണമെങ്കിൽ മോദി വോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ തലമുറ മാറിയിരിക്കുന്നു, ആ വോട്ടർമാർ മാറിയിരിക്കുന്നു. കാര്യം 10 വർഷമായിട്ടുള്ളൂ എങ്കിൽ പോലും ആ വോട്ടർമാർ മാറി, ആ വോട്ടർമാരുടെ ചിന്താഗതി മാറി. കാരണം അതല്ല, നോട്ട് നിരോധിച്ച് അവന്മാർക്ക് പണി കൊടുക്കാൻ വേണ്ടിയൊന്നുമല്ല, വേറെ അഴിമതിയായിരുന്നു ആൾക്ക് മനസ്സിലായി. പെട്രോളിൽ എഥനോൾ ചേർക്കുന്നത് ഗഡ്കരിക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയാണെന്നും ഷുഗർ മില്ലുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നും അഴിമതിയാണെന്നും നാട്ടുകാർക്ക് മനസ്സിലായി. ഈ E20-യിൽ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. പ്രതിഷേധമുയരുന്നത് BJPക്ക് അകത്തുനിന്ന് തന്നെയാണ്. തഹസീൻ പൂനാവാല എന്ന് പറയുന്ന അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോക്ക് പേഴ്സണാണ്. അയാൾ വേറെ ഒരു സംഘടന ഉണ്ടാക്കി E20-ക്കെതിരെ പ്രചാരണം തുടങ്ങി കഴിഞ്ഞു. അയാൾ രാജിവെച്ച്, BJP രാജിവെച്ച് വേറെ സംഘടന ഉണ്ടാക്കി. അയാൾ തഹസീനല്ല, ഷഹസാദ് പൂനാവാല, അയാളുടെ അനിയൻ. അയാൾ വേറെ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നോക്കുക, E20-ക്കെതിരായിട്ട് വരുന്ന റീൽസുകൾ മുഴുവൻ ബീഹാറിൽ നിന്നും UP-യിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുള്ളതാണ്. BJPയുടെ ആളുകൾ വന്നിട്ട് സ്വന്തം വണ്ടിയിൽ ഒറ്റിച്ച BJPയുടെ കൊടിയെടുത്ത് വലിച്ചെറിയുന്നു, E20 പെട്രോളിനെതിരെ പ്രതിഷേധിക്കുന്നു. ഇത് റിയലാണ്. അതുകൊണ്ടാണ് RSS ഇന്നലെ വിശാഖപട്ടണത്ത് യോഗം ചേർന്നിട്ട് പറഞ്ഞത്, നീറ്റ് എക്സാം പേപ്പർ ലീക്ക് അതൊരു ലക്ഷണം മാത്രമാണ് ലോകത്തിൻ്റെ, നിങ്ങളുടെ സിസ്റ്റം ഫെയിലർ ആണെന്ന് ഗവൺമെൻറ്റിനോട് പറയുന്നത്. അത് എന്തിനെ കൂടി ഉദ്ദേശിച്ചാണ്? E20 കൂടി ഉദ്ദേശിച്ചാണ്. ഇത് മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളിൽ ജനങ്ങൾക്കിടയിൽ വലിയ രോഷമുണ്ട്. ആ രോഷം സർക്കാരിൻ്റെ നയങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങൾ ചെയ്തു വെച്ച് തന്നെയാണ് നിങ്ങൾ അനുഭവിക്കുന്നതാണ് RSS BJPയോട് പറയുന്നത്. അത് തിരുത്തണം, അല്ലാതെ നീറ്റ് പേപ്പർ ലീക്ക് അടച്ചു എന്നുകൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിച്ചില്ല. ജെൻസി ഔട്ട്റീച്ച് നടത്തിയുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. വോട്ടർമാരിൽ വലിയ തോതിലുള്ള അസംതൃപ്തിയുണ്ട്. അതാണ് നമ്മൾ ബങ്കിപ്പൂരിൽ കണ്ടത്. BJP ഒരിക്കലും തോക്കാത്ത മണ്ഡലത്തിൽ അവിടെ BJP തോറ്റു എന്നുള്ളത് BJPക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്, RSSനും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ മറികടക്കണമെന്ന് അവർക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. അവർ വീണ്ടും എന്ത് ചെയ്യാണ്? വന്ദേമാതരം ഇട്ട് നോക്കുകയാണ്. അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് 30കളിൽ ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും രവീന്ദ്രനാഥ് ടാഗോറും കൂടി ചേർന്നിട്ടാണ് വന്ദേമാതരം ആദ്യത്തെ 2 സ്റ്റാൻസ പാടിയമെന്ന് തീരുമാനിച്ചത്. അത് കോൺഗ്രസിൻ്റെ ദേശദ്രോഹ പ്രവർത്തനമായിരുന്നാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം പറയുന്നത്. അത് അമിത്ഷാ പറഞ്ഞു, നാക്കെടുത്തില്ല. അപ്പോഴത്തേക്കും പഞ്ചാബിൽ നിന്ന് സിഖ് സംഘടനകൾ പറയുന്നു, ഞങ്ങളിത് അംഗീകരിക്കില്ല, ഇത് ഞങ്ങളുടെ മതവിശ്വാസത്തിനെതിരാണ്, അവരെയും വിളിക്കൂ ആൻറ്റി നാഷണൽ നിന്ന്. അമിത്ഷാ ഇത് ഹിന്ദു മുസ്ലിം ഡ്യൂ ആക്കാൻ നോക്കുകയാണ്. എന്ത് മുസ്ലിങ്ങൾക്കാണ് ഇത് പ്രശ്നം, അതുകൊണ്ടാണ് മുസ്ലിം അപ്പീസ് അങ്ങനെ തന്നെ പറഞ്ഞത് അമിത്ഷാ. മുസ്ലിം അപ്പീസ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് അന്ന് 2 സ്റ്റാൻസ് പാടിയാൽ മതി. അപ്പോൾ സിഖുകാർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നു. രവീന്ദ്രനാഥ ടാഗോറിന്റെ ബന്ധുവായാൽ കൊച്ചുമകൾ എന്നൊക്കെ പറയാവുന്ന ഷർമിള ടാഗോർ കഴിഞ്ഞ പ്രസ്താവന ഇറക്കി. ടാഗോറിന്റെ ആളാണ്, ടാഗോറിന്റെ ഒരു ഫാമിലിയിൽ നിന്ന്, കാരണം ടാഗോർ കൂടി ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഇത് തീരുമാനിച്ചത് 2 സ്റ്റാൻസ് പാടിയെന്ന്. അത് മുഴുവൻ പാടുന്നത് ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് സിഖ് മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളുടെ ന്യൂനപക്ഷ വിശ്വാസങ്ങൾക്കെതിരാണെന്ന് ഷർമിള ടാഗോർ പറയുന്നു പരസ്യമായിട്ട്. അപ്പോൾ അമിത്ഷായ്ക്ക് ഇപ്പോഴും അവരുടെ ആ ബാലപാഠം എഞ്ചുകൂടി മാത്രമേ അറിയാവുള്ളൂ, പോളറൈസേഷൻ ടാക്ടിക്സ് മാത്രമേ അവർക്ക് അറിയാവുള്ളൂ. അതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല BJP. യെസ്, ഇവിടെ ജിമ്മി എഥനോൾ കലർത്താനുള്ളത് അതൊരു മണ്ടനാശയമായിരുന്നു എന്ന് തോന്നുന്നു, അതൊരു പ്ലാൻഡ് കൊള്ളയാണോ അത്? എന്തായാലും വിനാശകാലെ വിപരീത ബുദ്ധി എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത്. തൊടുന്നതെല്ലാം പിഴയ്ക്കുന്ന ഒരു കാലം എല്ലാവർക്കും വരും. ചില ആളുകൾക്ക് ഒരു സമയത്ത് എല്ലാം വിജയിക്കും, ഒരു ഘട്ടം കഴിഞ്ഞാൽ മൊത്തം പൊളിയും. അത് കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ട്, കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് E20-ക്കെതിരായ പ്രതിഷേധം അതിഭീകരമാണെന്നും ഇന്ത്യയിൽ മുഴുവൻ ഭീകരമായ റിസെൻമെൻ്റ് ഉണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അധികാരത്തിൻ്റെ അങ്ങ് ഉന്നത ശ്രേണിയിൽ ഇരിക്കുകയാണ് ഡൽഹി എന്ന് വേണം മനസ്സിലാക്കാൻ. അത്രയും വലിയ ജനരോഷമുണ്ട്. ഇത് മാത്രമോ, കഴിഞ്ഞ ആഴ്ചയാണ് ചീഫ് എക്കണോമിക് അഡ്വൈസർ അനന്ത നാഗേശ്വരൻ ലേഖനം എഴുതി, ഇത് ഇന്ത്യൻ എക്സ്പ്രസ് ഇത് E20 പറ്റില്ല, E10-ലേക്ക് തിരിച്ചു പോകണം. പഴയ വണ്ടികൾക്ക്, അതായത് ഞാൻ പറയുന്നത് 2 വീലേഴ്സ് മാത്രം ഒരു 40-50 ലക്ഷം 2 വീലേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടിയെങ്കിലും E10 ഉടനെ കൊണ്ടുവരണം. അപ്പോൾ തന്നെ വാർത്ത വന്നു, കേന്ദ്ര സർക്കാർ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ ലേഖനം. അപ്പോൾ പക്ഷേ മന്ത്രി പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല. നോക്കൂ, സർക്കാരിനകത്തു പോലും ഇതിനകത്തൊരു കോർഡിനേഷനും ഒന്നുമില്ല. ആരൊക്കെയോ എവിടെയോ ഇരുന്ന് നിഗൂഢമായ ഏതോ കേന്ദ്രങ്ങളിൽ നിന്ന് തീരുമാനിക്കുകയാണ്. ഡീപ് സ്റ്റേറ്റ് ആണ് വർക്ക് ചെയ്യുന്നുള്ളതിന് ഇതിന് വലിയ തെളിവ് വേണ്ട. ചീഫ് എക്കണോമിക് അഡ്വൈസറും
എക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അനലിസ്റ്റും കൂടെ ചേർന്നിട്ടാണ് ഈ ലേഖനം എഴുതിയത്. അത് വെറുതെ എഴുതിയതല്ല, അത്രയും പഠിച്ചിട്ട് കണക്കനുസരിച്ചാണ്. പക്ഷേ അതുപോലും സർക്കാർ തള്ളിത്തളയാണ്. അതിനുശേഷമാണ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ മാനുഫാക്ചേഴ്സ്, സിയാമിനകത്തുള്ളത് മാരുതിയുണ്ട്, ടാറ്റയുണ്ട്, മഹീന്ദ്രയുണ്ട്. ഇവരുടെ ഒരു ഇമെയിൽ ലീക്ക് ചെയ്ത് റോയിട്ടേഴ്സ് പുറത്തു വിട്ടു. അതിനകത്ത് പറഞ്ഞെങ്കിൽ ഇത് ഭയങ്കര അബദ്ധമാണ്. എഥനോളിൽ ക്ലോറിൻ കലരുന്നു, ഓർഗാനിക് ക്ലോറൈഡും അതുപോലെ തന്നെ മോയ്സ്ചറും കലരുന്നു എന്നുള്ളതാണ്. അതായത് സേഫായിട്ട് നിങ്ങൾ ഒരു ലാബിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് യാത്ര ചെയ്ത് ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് പമ്പിലേക്ക് എത്തുമ്പോഴേക്കും ഇതിന് ഇന്ന കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഈ പറയുന്ന കത്തിനകത്തുള്ളത്. റോയിട്ടേഴ്സ് ഈ കത്ത് പുറത്തു വിടുമ്പോഴത്തേക്കും സോറി, ഞങ്ങളിത് അതിന് സാമ്പിൾ സൈസ് കുറവായി പോയി, അതുകൊണ്ടാണ് ഞങ്ങളിത് ഇത് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിശദീകരണം വന്നു, വെറും 4 മാത്രമേ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊരു കത്തിൽ ആ സാമ്പിൾ സൈസിനെ കുറിച്ചും പറയുന്നുണ്ട്. വിശദമായ പരിശോധനയാണ്. ഒരു സ്റ്റേറ്റിലില്ല, ഇന്ത്യയിലെ 10-20 സ്റ്റേറ്റുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഏതാണ്ട് 12 ppm ഓർഗാനിക് ക്ലോറൈഡ്, 3 ppm വേണ്ടടുത്ത് 420 ppm ആണ് ഡൽഹി. അതുപോലെ തന്നെ മോയ്സ്ചർ 3000 ppm വേണ്ടടുത്ത് ഉത്തർപ്രദേശിൽ 13,000 ppm ആണ് പാർട്ടിക്കിൾ പെർ ഇതാണ്. അപ്പോൾ ഇപ്പോൾ മോളിക്കൂൾ. അപ്പോൾ ഇത്രയും രൂക്ഷമായി ഉണ്ടെന്നും അതിൽ ഓരോ സംസ്ഥാനത്തും എത്രത്തോളം ഈ വാല്യൂ ചേഞ്ച് ചെയ്തിരിക്കുന്നതും ഒക്കെ ഈ കണക്കിനകത്തുണ്ട്. അത്രയും വിശദമായ ഇമെയിലാണ് അത്. പക്ഷേ സാമ്പിൾ സൈസ് ചെറുതല്ല എന്ന് പറഞ്ഞ് ചെറുതായിപ്പോയെന്നുകൊണ്ട് ഇവർ പിൻവലിക്കുകയാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി, നമുക്ക് മനസ്സിലായി എന്നുള്ളത് അവർക്കും മനസ്സിലായി. പക്ഷേ അനങ്ങുന്നില്ല. അവിടെയാണ് നമ്മളെ അത്ഭുതപ്പെടുന്നത്, എന്തോ സംഭവിക്കുന്നുണ്ട്. കാരണം ഇത് ഇനിയിപ്പോൾ ഈ പെട്രോളിൻ്റെ വില വല്ലാതെ, ക്രൂഡിൻ്റെ വില വല്ലാതെ കുതിച്ചു വരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും $120 ആയാലേ ഈ പറയുന്ന എഥനോൾ മിക്സ് ചെയ്ത പെട്രോൾ കൊണ്ടുള്ള ലാഭം ഉണ്ടാകുമെന്നാണ് പലരും കണക്കുദ്ധരിച്ച് പറയുന്നത്. അപ്പോൾ അത് നോക്കിയാൽ അതിൻ്റെ സമയമായിട്ടില്ല. എന്തിനാണ് ഓടുന്ന ട്രെയിൻ കൊണ്ട് മോദി തലവെച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇത് കൈവിട്ട് പോയി, പിടിവിട്ട് പോയിരിക്കുകയാണ് പല കാര്യങ്ങളിലും. ഇത് മാത്രമല്ല, ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഡീൽ ചെയ്ത കാര്യത്തിൽ എല്ലാത്തിനകത്തും അബദ്ധങ്ങളാണ് കാണിക്കുന്നത് മുഴുവൻ. പക്ഷേ E20യുടെ ഒരു പ്രശ്നം, നാട്ടിലെ മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അവൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അവൻ്റെ വാഹനം. അത് ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഈ കളി, അത് എന്താ പറയുക, സ്വന്തം വീട് കത്തിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ഒരു ഭ്രാന്തൻ മനസ്സാണെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത്, ഇത് പിൻവലിക്കാൻ എന്താണ് തടസ്സം? മുഖം രക്ഷിക്കാനെങ്കിലും, തെരഞ്ഞെടുപ്പിൽ തോക്കും എന്നറിഞ്ഞിട്ടെങ്കിലും ഇവരിത് ചെയ്യണ്ടേ? എല്ലാവരും. ഇതിപ്പോൾ ഈ സിയാമിൻ്റെ കത്ത് മാത്രമല്ല, അതിന് മുമ്പ് പല ഏജൻസികൾ പല രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള കണക്കുകൾ, മാധ്യമങ്ങൾ വണ്ടി ഓടിച്ച് മൈലേജ് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നു, മൈലേജ് കുറയും, ഇതെല്ലാം പറയുന്നുണ്ട്. എല്ലാം സമ്മതിക്കാം. പക്ഷേ പോളിസി നടപ്പാക്കാൻ വേണ്ടി വെറുതെ പോളിസി നടപ്പാക്കുകയല്ല, ആ പോളിസി നടപ്പാക്കാൻ വേണ്ടി സമ്മതിച്ചവരോട് ഇവർക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഒരു സ്വന്തം തല പോയിട്ട് ഇത് നടപ്പാക്കാൻ മതി എന്നുള്ളതാണ് അത്ഭുതം. എനിക്കറിയില്ല, അത്രയും വലിയ കമ്മിറ്റ്മെൻറ്റോ അറിയില്ല. യെസ്, എന്തായാലും ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ, പക്ഷെ അതൊന്നും സമ്മതിച്ചു തരാൻ എന്തായാലും കേന്ദ്രം തയ്യാറല്ല. ഇവിടെ എഥനോൾ അടിച്ച വാഹനങ്ങളൊന്നും കേടാകുന്നില്ല എന്നാണ് കേന്ദ്രം നൽകുന്ന വിശദീകരണം. എന്തായാലും വാഹനങ്ങൾ കേടാകുന്ന ഒരു വശത്ത് ഇനിയിപ്പോൾ പഞ്ചസാര വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. BJP നേതാവ് പറഞ്ഞതുപോലെ ഷുഗറൊക്കെ കൂടുകയല്ലേ, ഇനിയിപ്പോൾ പഞ്ചസാര കുറച്ച് ഉപയോഗിച്ചാൽ മതി, അല്ലാതെ മറ്റെന്ത് ചെയ്യാൻ.